നമസ്കാരം, ശ്രീ ഷവിൻ ഷംസുദ്ദീൻ. വെൽക്കം ടു മല്ലു ട്രാവലർ. ഞാൻ ഇപ്പോൾ ഉള്ളത് കേരളത്തിന് പുറത്തല്ല, ഇന്ത്യയുടെ പുറത്താണ്, ബഹ്റിനിലാണ്. ജിജോ ഉണ്ട്, ഇവിടുന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ഇന്ന് ബഹ്റിനിൽ ഏത് സ്ഥലത്തിന് പേര്? നമ്മൾ മാൽക്കിയ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്തോ ഒരു ഫോറസ്റ്റോ ബീച്ചോ എന്താ സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്ന് പുള്ളി പറഞ്ഞു. അങ്ങോട്ട് പോകാൻ വേണ്ടിയുള്ളതാണ്. ബീച്ചും ഫോറസ്റ്റ് എല്ലാം കൂടെ വരുന്ന സ്ഥലമാണ്. വലിയൊരു ഫോറസ്റ്റ് ആണ് കേട്ടോ. കേരളത്തിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴേ അല്ലേ ഇതൊക്കെ വലിയൊരു വില മനസ്സിലാവുന്നത്. ഇദ്ദേഹത്തിന് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, ഹിച്ച്ഹൈക്കിംഗ്മല്ലു എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന്റെ ലിങ്ക് ഒക്കെ ഇട്ടേക്കാം, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും ബഹ്റിനിലെ ചെറിയൊരു കാഴ്ച കാണാം. ഞാനിവിടെ വന്നിട്ട് ഒരു 14 days കഴിഞ്ഞു, ക്വാറന്റൈൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇന്ന് സൗദിക്ക് പോകും. അതിന് മുമ്പ് ഇവിടെ എന്തെങ്കിലും ഒന്ന് എടുക്കണമല്ലോ ഓർത്ത് ഇറങ്ങിയതാണ്. അപ്പോൾ ഏതായാലും മാൽക്കിയ ബീച്ച് അല്ലേ, മാൽക്കിയ ബീച്ച് അതിൻ്റെ സെറ്റപ്പും ഒന്ന് എൻജോയ് ചെയ്യാം. ഡ്രോൺ ഇല്ല, നമുക്ക് ഈ 360 മാത്രമേ ഉള്ളൂ, അത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, എന്നാ പോലോ വണ്ടി കയറി കേട്ടോ അല്ലേ. വണ്ടി കയറി അദ്ദേഹത്തിന്റെ കാറിൽ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ഥലത്തിന്റെ പേര് എന്ന് പറഞ്ഞാൽ മാൽക്കിയ. ഓക്കെ, ബഹ്റിനിലെ ചെറിയ കേരളം എന്നാണ് പറയുന്നത്. ചെറിയൊരു ഫോറസ്റ്റ് സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ജിജോ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ മെസ്സേജ് ഒക്കെ അയച്ച് ഫോളോവർ ആയിരുന്നു, അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ ജിജോ ഇവിടെ ബഹ്റിനിൽ എത്ര വർഷമായി? ഞാനൊരു 6 വർഷത്തോളം. 6 വർഷമായിട്ട് ഇവിടെ തന്നെ ഉള്ള ആളാണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു ചെറിയ സന്ധ്യാസമയമൊക്കെ ആയി വരുന്നുണ്ട്. അപ്പം വേണമെങ്കിൽ നല്ലൊരു വിഷ്വലൊക്കെ കിട്ടും അല്ലേ. ഡേലൈറ്റ് പോകുന്നതിന് മുന്നേ അവിടെ എത്താന്നുള്ള രീതിയിൽ പോകുന്നു. ഓക്കെ, ഡ്രോൺ എന്തായാലും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ കൊണ്ടൊന്ന് പൊളിക്കാനൊക്കെ പറ്റുന്ന അടിപൊളിയാണ്. പക്ഷെ എനിക്കൊന്നും ഇവിടെ പേഴ്സണലി ഡ്രോൺ നമുക്ക് യൂസ് ചെയ്യാനുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇവിടെ റെസ്ട്രിക്റ്റഡ് ആണ് സംഭവങ്ങൾ. കാര്യം വേറെ വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല, വളരെ ചെറിയൊരു രാജ്യമാണ്. നമ്മുടെ പത്തനംതിട്ട ജില്ലയുടെ അത്രയ്ക്ക് വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാന്നേ ഉള്ളൂ. പക്ഷേ പോപ്പുലേഷനും വളരെ കുറവാണല്ലേ. അതെ, ഇവിടെ ഒരു മോർ ദാൻ ഇവിടെയുള്ള ലോക്കൽ ബെഹ്റിനീസിനേക്കാൾ കൂടുതൽ എക്സ്പാട്രീസ് ആണ് ഇവിടെ ഉള്ളത്. 48%, 49% ഉള്ളൂ ബെഹ്റിനീസ് ഉള്ളു, ബാക്കിയെല്ലാം പുറത്തുള്ളവരാണ്. വളരെ ചെറിയ രാജ്യം. അപ്പൊ ഇവിടെ ഡ്രോണിന്റെ ഒക്കെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, എയർപോർട്ടിന് അടുത്തൊന്നും സാധനം പൊക്കാനൊന്നും പറ്റില്ല. അപ്പം സ്പേസ് എയർ സ്പേസ് ആയിരിക്കും, അവർ ട്രാവൽ ചെയ്യുന്ന സ്പേസ് ആയിരിക്കും. അപ്പോൾ അവിടെ സാധനം കൊണ്ട് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടിച്ചാകത്തരും. അപ്പോൾ ആരെങ്കിലും ഇവിടെ കൊണ്ടുവന്നിട്ട് അങ്ങനത്തെ എന്തെങ്കിലും പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ മടക്കി വെച്ചോ, അല്ലാതെ പണി കിട്ടും. ഇല്ല, എനിക്കൊന്ന് എയർപോർട്ടിൽ വെച്ച് തന്നെ അവർ ചിലപ്പോൾ അത് സീനുണ്ട്, അങ്ങനെ എന്തോ ഉണ്ട്. ഞാൻ കോൺടാക്ട് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പൊ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പെർമിഷൻ ഇല്ല, യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്നു. ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ പറപ്പിക്കുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ പറപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ സൗദിയിലെ ദുബൈയിൽ അവിടെയൊക്കെ അതിനുള്ള ഓപ്ഷൻസ് ആയിട്ടുണ്ട്. ഇപ്പൊ സൗദിയിൽ റീസെന്റ് അവർക്ക് രജിസ്ട്രേഷൻ കൊടുക്കുന്നുണ്ട്, ഇക്കാമുള്ളവർക്ക് രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ വളരെ കോമൺ ആയിട്ടില്ല. പക്ഷെ ഒത്തിരി ആൾക്കാർ മിസ്യൂസ് ചെയ്യുന്നുണ്ട്, അതും പറയാൻ പറ്റത്തില്ല എങ്ങനെ ആവുന്നത്. നാട്ടിലിപ്പോ ഡ്രോൺ എന്ന് പറയുന്നത് എല്ലാവരും ഓട്ടോ അല്ലേ. എന്നോട് തന്നെ എത്ര പേര് ചോദിച്ചിട്ടുണ്ട് ഇപ്പം എന്താ എവിടെ നിന്ന് എടുക്കുന്നത്, എങ്ങനെയാ കാര്യങ്ങള്, പൈസ എത്രയാ. ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം. അതെ, ഏതായിരിക്കും നല്ല ചീപ്പ് ഇപ്പൊ ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഏറ്റവും നല്ല? നമ്മുടെ ഇന്ത്യയിൽ ഒരു പ്രശ്നമുണ്ട്. കാര്യം ഇന്ത്യയിൽ നല്ല എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ ഈ ഓൾട്ടിറ്റ്യൂഡ് പ്രശ്നമുണ്ട് ഇന്ത്യയിൽ എന്ന് വെച്ചാൽ. അണ്ടർ 250 gram വന്നു കഴിഞ്ഞാൽ നമുക്ക് 15 മീറ്ററിന് മുകളിൽ ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്കിനും അണ്ടർ 250 എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പോകുന്ന മാവിക്കിന്റെ മിനി 2 എന്ന് പറഞ്ഞ വേർഷൻ, അതിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു 50 രൂപ 55 രൂപയ്ക്കൊക്കെ അതിന്റെ ഫ്ലൈമർ കോംബോ വേർഷൻ കിട്ടും. പക്ഷെ അതിന് പ്രശ്നം എന്ന് വെച്ചാൽ ഈ 15 മീറ്റർ എബോ പറ്റില്ല. ഓട്ടോമാറ്റിക്കലി ഡിജെയുടെ ആപ്പ് അത് റെസ്ട്രിക്ട് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ളവർക്കും അത്രയും പൊങ്ങുള്ളൂ. അതിന്റെ അപ്പുറത്തോട്ട് നമ്മൾ എന്ത് കാണിച്ചാലും പൊങ്ങില്ല. പക്ഷെ ഇല്ല. അപ്പൊ ഞാൻ യൂസ് ചെയ്തോണ്ടിരുന്ന Air 2 എന്ന് പറഞ്ഞ മോഡലാണ്, ഡിജെയുടെ തന്നെ മാവിക് Air 2 എന്ന് പറഞ്ഞ മോഡലാണ്. അതാകുമ്പോൾ കുഴപ്പമില്ല. മാക്സിമം ഓൾട്ടിറ്റ്യൂഡ് 500 മീറ്റർ ആണ്. പക്ഷേ ആ ഒരു കാറ്റഗറിയിലുള്ള ഡ്രോണിന് നമ്മുടെ റെഗുലേഷൻസ് പറയുന്നത് 85 മീറ്ററാണ്. പക്ഷെ അതിപ്പം ബ്ലോക്ക്ഡ് അല്ല. പക്ഷെ നാട്ടില് നമുക്ക് ഇപ്പം രജിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ, പറപ്പിക്കുന്നതിന് കുഴപ്പമുണ്ടോ? അത് ലോ വൈസ് അത് തെറ്റാണ്. അല്ല, ലോ വൈസ് റോങ് ഇതാണ്. അല്ല, ഇപ്പൊ അല്ലാതെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം ഡൗൺ ആവുമോ അങ്ങനെ എന്തെങ്കിലും? അതിന് ഈ നമ്മുടെ ഡിജെയുടെ ഈ ആപ്പിന്റെ അകത്ത് തന്നെ അവർ ഫ്ലൈ സോൺസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോ നമ്മൾ എയർപോർട്ടിന്റെ ഒക്കെ അടുത്ത് പോയിട്ട് ഈ സാധനം ഓൺ ആകത്ത് പോലുമില്ല, മോട്ടോർ പോലും സ്പിൻ ആകത്തില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ എയർപോർട്ടിന്റെ 10 കിലോമീറ്റർ വരെ ഇത്ര ആൾട്ടിറ്റ്യൂഡ് റെസ്ട്രിക്ഷൻസ് അങ്ങനെ ഉണ്ട്. അവർ ഫ്രീക്വന്റ് ആയിട്ട് അവരുടെ ഡേറ്റാബേസ് ഉണ്ട്, അത് അവിടെ അപ്ഡേറ്റ് ചെയ്യും. അങ്ങനെ ബഹ്റിനിലെ വിശേഷങ്ങളും നാട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് 2 സൈഡിലും കുറേ മൺകൂനുകൾ കണ്ടു. അപ്പം ഞാൻ ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞത് അത് ഇവിടുത്തെ സെമിത്തേരികളാണ്, നമ്മുടെ നാട്ടിലെ പോലൊന്നുമല്ല.
അങ്ങനെ കുറച്ച് നേരം സഞ്ചരിച്ച് നേരത്തെ പറഞ്ഞ ആ ഒരു ഫോറസ്റ്റിലെത്തി. നല്ല വൈബുള്ളൊരു സ്ഥലം. കേരളത്തിലെ ഏതോ ഒരു സ്ഥലത്ത് പോയ ഒരു ഫീലൊക്കെ ഉണ്ട്. നമ്മളവിടെ എത്തിയപ്പോൾ സൺസെറ്റിൻ്റെ ഒരു മൂഡൊക്കെ ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് ദൂരം കൂടെ പോകാനുണ്ട് ബീച്ചിലേക്ക്. പക്ഷേ ആ ഒരു ചെറിയൊരു ഫോറസ്റ്റിൻ്റെ ഒരു വ്യൂ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി ഞങ്ങൾ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് കുറച്ചങ്ങ് നടക്കാൻ തീരുമാനിച്ചു. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. എന്നാ ഫോറസ്റ്റ്? കർസാക്കാൻ മാൽക്കിയ എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ കർസാക്കാൻ എന്നാണ് ഈ സ്ഥലത്തിന് പറയുന്നത്. കർസാക്കാൻ പേരല്ലേ? ഖാൻ ഇടിപെട്ടൊരു പേര്. കർസാക്കാൻ ഫോറസ്റ്റിലാണ് എനിക്ക് കണ്ടപ്പോ തോന്നി നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോഴത്തേന് ഈ പൈമരങ്ങളുടെ ഇടയ്ക്ക് ആ ഒരു സെറ്റപ്പ് ഉണ്ട്. രണ്ട് സൈഡിലും മരങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ തണുപ്പൊന്നുമില്ല. ഫാമിലീസ് ഒത്തിരി വരുന്നുണ്ടോ? ഒരുപാട് ഫാമിലീസ് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ വരുന്നുണ്ട്. അതേപോലെ ഒരുപാട് പേര് ഹോഴ്സ് റൈഡിങ്ങിന് വേണ്ടി പോകുന്നവരുണ്ട്. അപ്പൊ നമുക്ക് അതാണെങ്കിൽ അവിടെ കുതിരയും കൊണ്ടൊക്കെ വരുന്നുണ്ട്. കുതിരകളൊക്കെ കൊണ്ട് പോകുന്നവരുണ്ട്. പിന്നെ സൈക്ലിങ്ങിന് വരുന്നവരുണ്ട്. പിന്നെ റൈഡേഴ്സ് വരുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. കേരളത്തിലൊക്കെ എല്ലാരും വീട്ടിലിരിക്കും. നമ്മള് തകർക്കയാണ്. ലോക്ക്ഡൌൺ ആയിട്ട് എല്ലാരും വീട്ടിലിരിക്കും. അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോ നമുക്ക് ഇതിനെ കുറച്ച് അധികം നടക്കാനുണ്ടോ? ഇത് ഒരു 1 കിലോമീറ്ററിനോളം ഉണ്ട്. നടന്നു കഴിഞ്ഞ് ഇറങ്ങുന്നത് പറഞ്ഞത് ബീച്ചിലേക്കാണ്. ഓക്കെ, നേരെ ബീച്ചിലോട്ട്. അതെ, നേരെ ബീച്ചിലേക്ക് പോകുന്നു. അവിടുന്ന് വീണ്ടും ഞങ്ങളുടെ യാത്ര തുടങ്ങി. അങ്ങനെ ഒരു വെള്ളമൊക്കെ ഉള്ളൊരു സ്ഥലത്തെത്തി. കുട്ടികളൊക്കെ കുറേ റോഡുകൾ നടപ്പുണ്ട്. അതായത് വൈകുന്നേരം ഈ ബഹ്റൈനിലെ ആളുകൾ അവർ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് വരുന്ന സ്ഥലമാണ് ഇവിടെ. കുട്ടികളൊക്കെ ആയിട്ട് വരും. കുട്ടികൾ അവിടുത്തെ ചെറിയ അരുവികളിൽ നിന്നൊക്കെ മീൻ പിടിക്കും. പിന്നെ ഇവർ വരുമ്പോൾ ഇവരുടെ വണ്ടിയിൽ ചെറിയൊരു സംഭവം കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും, ജെറ്റ് സ്കി. ഞാനിത് ഗോവയിലൊക്കെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഒരു അറബി ഞാനത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയോ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എനിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. അവസാനം എനിക്ക് എന്തൊക്കെയോ മനസ്സിലായി. അതായത് എന്നോടത് കയറിക്കോളാനാണ് പറയുന്നതെന്ന്. ഞാൻ പിന്നെ എനിക്കറിയാവുന്ന അസ്സലാമു അലൈക്കും ഒക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞു. എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഏതായാലും വണ്ടിയെ കയറ്റി വെള്ളത്തിൽ ഇറക്കിയിട്ടുണ്ട്. പിന്നെ അവിടുത്തെ കാര്യങ്ങളും സംഭവങ്ങളൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് അധികം റിസ്ക് എടുക്കാൻ നിന്നില്ല. ഞാനങ്ങ് ഇറങ്ങി വെച്ചു. ലൈഫ് ജാക്കറ്റ് ഒന്നുമില്ല. ഇനിയിപ്പോ കടലിൽ പോയി മുങ്ങിച്ചാണ്ട അവസ്ഥ. കൊറോണ വേണ്ടി നാട് ബഹ്റിനും കടലിൽ വന്നിട്ട് മുങ്ങിച്ചാണ്ട അവസ്ഥ ഉണ്ടായി. ഞാൻ പറഞ്ഞല്ലോ 14 ദിവസം ക്വാറന്റൈനിലായിരുന്നു. ഒരു റൂമിൽ തന്നെ ആയിരുന്നു. ആ റൂമിൽ തന്നെ ഇരുന്ന് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എനിക്കുണ്ടായൊരു സന്തോഷം വളരെ വലുത് തന്നെയായിരുന്നു. നമ്മളിങ്ങനെ സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആരെങ്കിലുമൊക്കെ അവിടെ ഉണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമാണ്. എനിക്ക് അങ്ങനെ കിട്ടിയൊരു സുഹൃത്താണ് ജിജോ. അദ്ദേഹം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലായിടവും കൊണ്ടുപോകണം തന്നെ കാണിച്ചു തന്നു. ഇത് മാൽക്കിയ ബീച്ചിൻ്റെ ഒരു ഭാഗമാണ്. പ്രത്യേകിച്ച് അലമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. വൃത്തിഹീനമായിട്ടുള്ള രീതികളൊന്നുമില്ല. അങ്ങനെ ബീച്ചിൻ്റെ ഒരു വൈബ് കാര്യങ്ങളൊക്കെ കുറേ നേരം ആസ്വദിച്ചവിടെ അങ്ങനെ നിന്നു.
മനോഹരമായ ദിവസം എനിക്ക് സമ്മാനിച്ച ജിജോയ്ക്ക് MDT ഫാമിലിയുടെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് അദ്ദേഹത്തിനും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളെന്നാൽ വിട്ടേക്കുവാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.